മസാലയൊന്നും വഴറ്റാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് അളവ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ പകുതി പകുതിയായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ മുഴുവനായിട്ടും മൈദയിലോ ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്കൊന്ന് നീഡ് ചെയ്തെടുക്കാം. സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് കുറച്ചായി ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൂട്ടൊന്ന് തയ്യാറായി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1-2 പച്ചമുളക് നല്ല കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അവിലാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവ് നല്ല തിന്നായിട്ടുള്ള അവിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളൊരു മീഡിയം തിക്നെസ് ആയിട്ടുള്ള അവിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ഉപയോഗിച്ചാൽ മതിയാകും. അവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമ്പോൾ അത് അവിൽ നല്ലപോലെ അബ്സോർബ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള കൂട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ട. ഞാനിവിടെ 4 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരല്പം ബലം കുറച്ച് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് 4 മുട്ടയും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മുളക് പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് ഒഴിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം 1/2 ടീസ്പൂണോളം കാണും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റഫിങ് റെഡിയായി കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം ഇറങ്ങി വന്നിട്ട് അത് ആ ഒരു അവിൽ നല്ലപോലെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ കൂട്ട് ഒട്ടും തന്നെ വെള്ളപ്പറ്റൊന്നും ഉണ്ടാവില്ല, നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാകും. അപ്പോൾ അവിൽ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫില്ലിങ് തയ്യാറാക്കി എടുത്തിരിക്കുന്ന അത്രയും സമയം തന്നെ ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഒന്നും കൂടെ നന്നായിട്ട് നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 5 ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെയ്യാണ്. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ ചേർത്താലും മതിയാകും. നെയ്യ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും മതിയാകും. ഇത് നമ്മൾ ലെയറുകളാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ്ക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തിക്കായിട്ടുള്ള പേസ്റ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുള എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ കൂടെ ഞാനിവിടെ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പറ്റി പിടിക്കുന്നതായിട്ട് തോന്നുമ്പോൾ നമുക്ക് മൈദ ആവശ്യത്തിന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പറ്റിപ്പിടിക്കുന്നതായിട്ട് തോന്നുമ്പോൾ കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നേർത്ത് പരത്തിയെടുക്കണം എന്നില്ല. ഇത് നമ്മൾ ലെയറുകളാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം ഒരു ഷീറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നെയ്യിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗവും ഒരേപോലെ എത്തുന്ന രീതിക്ക്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നെയ്യിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ലെയർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ തന്നെ 5 ഷീറ്റ് നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. 5ാമത്തെ ഷീറ്റും വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള കൂട്ട് മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഈ ഒരു 5 ഷീറ്റ് ലെയർ ചെയ്തെടുക്കാൻ വേണ്ടി പാകത്തിനാണ് ഉണ്ടാകുക. ഇതുപോലെ ലെയർ ചെയ്തെടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് നിന്നും നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. എത്രയാണോ വലുപ്പം ആവശ്യം ആ ഒരു കനത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ലെയറുകളായിട്ടാണ് നമ്മളുടെ കൂട്ടിരിക്കുക. ഇനി ഇത് പരത്തിയെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എത്രയാണോ ഫില്ലിങ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വെച്ച് കൊടുക്കാം. പാകത്തിന് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സീൽ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ സീൽ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ തുറന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് സീൽ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തും കൂടെ എടുക്കുക. ഈ ഒരു രീതിക്കാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ഒരുപാട് ലെയറുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളോളം വെന്ത് വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. നേരത്തെ മറിച്ചിടാൻ വേണ്ടി പോയി കഴിഞ്ഞാലും ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ലെയറുകളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സെല്ലാം വളരെ സിമ്പിളാണ്. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഫ്സൊക്കെ പോലെ ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റങ്ങൾ വരുത്താം. ചിക്കൻ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ മാത്രം വെച്ചിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.